ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയിലെ ഏറ്റവും നിരാശാജനകമായ ഒരു സെഷനായിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന പാർലമെന്ററി ഡെമോക്രസിയിൽ ഓപ്പോസിഷൻ സ്പേസ് കവർന്നെടുക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സസ്പെൻഷൻ. പക്ഷേ ഭാരത് ജോഡോ യാത്രയിലും തുടർന്നുള്ള ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിയിലും ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത് ഇന്ത്യയിലെ BJP RSS സംഘപരിവാർ ശക്തികൾക്കെതിരെ അതിശക്തമായി യാതൊരു ഭീഷണിക്കും വഴങ്ങാതെ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട കർഷകർക്ക് വിരുദ്ധമായ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ചതടക്കം, അതുപോലെ തന്നെ കരാറിലുള്ള അപാകതകളും എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെ ശ്രീ ഡീൻ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ പ്രതിരോധത്തിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ പാർലമെന്ററി ഡെമോക്രസിയിൽ ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം പാർലമെന്റിന്റെ സ്പീക്കർ അടക്കമുള്ള ആളുകൾ റിമൈൻഡർ ഓഫ് ദ സെഷൻ, ബഡ്ജറ്റ് സെഷൻ ഏപ്രിൽ അവസാനിക്കുന്ന സെഷൻ വരെയാണ് സസ്പെൻഷൻ. പക്ഷെ ആ സസ്പെൻഷൻ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വലിയ അംഗീകാരമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടം പാർലമെന്റിന്റെ അകത്തും പുറത്തും, ഒന്ന് ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, പാർലമെന്ററി ഡെമോക്രസി പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ഇതിന്റെ മറവിൽ നടക്കുന്ന ഒരുപാട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവ് വെച്ചുകൊണ്ട് അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങിയ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം ഞങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശവും അതുതന്നെയാണ്. അതിലേക്കും തിരിച്ചു വരാം. ഇന്നലെ പാർലമെന്റ് കേരളത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മധുസൂദനൻ മിസ്ത്രി കേരളത്തിലെ താങ്കളോടൊപ്പം MPമാരുമായിട്ട് കേരളത്തിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നു. എന്താണ് താങ്കൾ അതിൽ മിസ്ത്രിയായിട്ട് കൂടിക്കാഴ്ച? അല്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. കണ്ട ഒരുപാട് മറ്റ് MPമാരുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആരും വ്യക്തിപരമായ കാര്യങ്ങളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെ കാണുന്നത്. എല്ലാവരും ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ മീറ്റിങ്ങുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ ലഭിക്കുക. ആ മികച്ച സ്ഥാനാർത്ഥികളുടെ സാധ്യത എന്ന് പറയുന്നത് വിജയ സാധ്യത മാത്രമാണ്. സ്ഥാനാർത്ഥികളുടെ നിർണയം എന്ന് പറയുന്നത് വിജയ സാധ്യതയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മാനദണ്ഡമാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ യാതൊരു വിഭാഗീയതയുമില്ല, അതിൽ യാതൊരു വ്യക്തി താല്പര്യങ്ങളുമില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി 100-ലധികം സീറ്റുകളോടുകൂടി വിജയിക്കണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഡീനിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ രൂപേണയാണെങ്കിൽ എനിക്ക് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ രൂപേണയാണ്. ആദ്യത്തെ മീറ്റിംഗ് തിങ്കളാഴ്ച കൂടുമെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിൽ യാതൊരു വ്യക്തിപരമായ താല്പര്യങ്ങളുമില്ല. അതിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ വിജയസാധ്യതയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും.